ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർട്ട് ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പുതിയൊരു പൂവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആ പൂവിൻ്റെ പേരാണ് ഓർക്കിഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ പിന്നെ നമ്മുടെ ഓർക്കിഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ന് നമ്മൾ ഓർക്കിഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കിഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ, ഒരു ഫിനിക്സ് പേപ്പർ വൈറ്റ് കളറ്, ഏത് കളർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നൂൽക്കമ്പി, അതുപോലെ തന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ നൂൽക്കമ്പികൾ, പിന്നെ ഒരു മാർക്കർ, ഇത് റെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു നൂല്, അതുപോലെ തന്നെ ഗ്രീൻ ടേപ്പ്, കത്രിക, പിന്നെ ഫെവിക്കോൾ, പശ. ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ പിന്നെ നമ്മളെ ഫിനിക്സ് പേപ്പർ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഞാൻ ഏകദേശം ഒരു വലിപ്പം ഒരു 5-6 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വരും. ആ ഒരു വലിപ്പത്തിൽ ഫിനിക്സ് പേപ്പറിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തു. കട്ട് കഴിഞ്ഞിട്ടിങ്ങനെ നിവർത്താൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് ഈ സൈഡിൽ നിന്നൊരു 1, 2, 3, 4 അത്രയായിട്ട് കട്ട് ചെയ്തു. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കഷ്ണം കിട്ടി. ഇതിൻ്റെ സെൻറ്റർ മടക്കുക. സെൻറ്റർ മടക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കത്രിക എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് നിവർത്തി നോക്കുക. കണ്ടില്ലേ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമ്മൾ നമ്മുടെ മാർക്കർ ഉപയോഗിച്ചിട്ട് ഇതിൽ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി പോവുക. ഇവിടെ നിങ്ങളുടെ മേലോട്ട് നൈസായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏതലുകൾ കട്ട് ചെയ്തു, അതിൽ നമ്മൾ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞു. അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓർക്കിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 എതളുകളാണ് വേണ്ടത്. ആ 5 എതളുകളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എതൾ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ കളറുള്ള ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ജസ്റ്റ് ഇതേപോലെ വലിച്ചിട്ടൊന്ന് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് മാറ്റുക. ഫിനിക്സ് പേപ്പറിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരെതൾ അങ്ങനെ ആക്കി. അതുപോലെ തന്നെ 5 എതളും അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്കിതാ നൂൽക്കമ്പി, ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നൂൽക്കമ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നൂൽക്കമ്പി എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് മടക്കുക. അതവിടെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലെ ഒരെതൾ എടുക്കുക. എടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് നമ്മുടെ നൂല് ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടുക. ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയാലും മതി. അതിന് ശേഷം അടുത്ത എതൾ അതിൻ്റെ തൊട്ടടുത്ത് വെക്കുക. ഈ 5 എതളും ഇതിൽ കൊള്ളണം. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം നമ്മൾ ഈ നൂല് വെച്ച് കെട്ടാൻ വേണ്ടി. എതളുകളൊന്ന് ജസ്റ്റ് താഴേക്ക് വളച്ചു കൊടുക്കുക. ഇതേപോലെ വളച്ചു കൊടുക്കുക. അപ്പം ഇത് നമ്മളെ ഓർക്കിഡ് ആയി കഴിഞ്ഞു. ഇതേപോലത്തെ കുറച്ച് പൂക്കൾ നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു കൊല പോലെ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്.
ഓർക്കിഡുകൾ ആയിക്കഴിഞ്ഞു. 4 ഓർക്കിഡാണ് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് തണ്ട് കൊടുക്കുക, അതേപോലെ ഇല കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനൊരു കൊലയിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്കിതിനെ എങ്ങനെ നൂൽക്കമ്പിയിലേക്ക് ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ 3 ഇതളുള്ള പൂവിനെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം തൊട്ടടുത്ത് അടുത്തത്. ഓർക്കിഡിനെ നമ്മൾ ഒരു നൂൽക്കമ്പിയിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എന്ത് ചെയ്തു, നമുക്കൊരു കൊല പൂവ് പോലെ, അതായത് ഒരു കൂട്ടം പൂവ്, ആ രീതിയിലേക്ക് നമുക്ക് ഓർക്കിഡിനെ കിട്ടിക്കഴിഞ്ഞു. ഇത് നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും.